பாருக்கு இந்த தண்ணி ரொம்ப பிடிக்கும். கொஞ்சம் தான் இருக்கு. பரவாயில்ல. என்ன லட்சு, நான் இவ்வளோ கேள்வி கேட்டுட்டு ஒரு பதிலுமே இல்ல. என்ன யோசிச்சுட்டு இருக்க? ഞാൻ ആലോചിക്കണായിരുന്നേ, ഒരു 10-15-20 വർഷം മുന്നേ ഉള്ള ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസേ എന്തൊക്കെ മാറ്റങ്ങള്. ഈ ഡിജിറ്റൽ ലോകം വന്നപ്പോ തന്നെ വേറെ എന്തൊക്കെയോ ആണ് നടക്കുന്നത്. ഇനി ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴുള്ള ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെ ടെക്നോളജികളായിരിക്കും? லட்சு, இந்த டெக்னாலஜி எல்லாம் வளர்ந்து ஒரு 20 வருஷத்துக்கு அப்புறம் நம்மளுக்கு மதுரைக்கெல்லாம் பறந்து போக முடியுமா? പറന്ന இந்த மாதிரி ஒரு சின்னதா ராக்கெட் மாதிரி ஏதாவது ஒரு பொருள் பேக்ல வச்சுட்டு சர்ன்னு மதுரைக்கு போலாம். അങ്ങനെയൊക്കെ ഇപ്പോഴും പോവാൻ പറ്റും. ആ ടെക്നോളജിക്ക് ഇപ്പോഴും ഉണ്ട്. அப்படின்னா அது நம்ம வாங்கலாமா? ദുട്ടി அது கஷ்டம்ல. അത് കഷ്ടം. അമ്മൂമ്മ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയാ ആന്റി? அம்மா காலங்கார்த்தாலே எந்திரிச்சு கோவில்ல போனாங்க. ஆனா வர வர லட்சு, அம்மாக்கு எழுந்திருக்கிறதெல்லாம் ரொம்ப கஷ்டம். പ്രായമായില്ലേ, പിന്നെ മഴയും, പിന്നെ പാവം എന്തെങ്കിലും വയ്യായ്മയൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും വയ്യായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയോ? ഇല്ല. കാരണം എന്താ? നമ്മൾ അമ്മൂമ്മനെ അടുക്കളയിൽ കയറ്റൂല. லட்சு, இப்பதான் எனக்கு ஒரு விஷயம் ஞாபகம் வந்தது. நேத்துக்கு அம்மா என்கிட்ட சொன்னாங்க, இன்னைக்கு அம்மா விரதம் எடுக்கிறாங்கன்னு. വ്രതോ? மௌன விரதம்னு சொன்னாங்க. മൗന വ്രതോ? അമ്മൂമ്മയാ? എടി ശിവ, സംഭവം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് മേടിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ്. ആ സൈക്കിൾ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ആര്? നവാസ്കാണ് കൊണ്ടുവരണം. മറ്റേ നീല കളർ സൈക്കിള് അല്ലേ? അതെ, കാരണം ആ സൈക്കിൾ കൊണ്ടുവന്ന് ഒരു മാസത്തിനുള്ളിൽ ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചു. കഴിച്ചു പോടെ എവിടുന്ന്? നീ അതിനന്ന് എത്ര ഉണ്ട്? ഇത്തിനല്ലേ ഉള്ളൂ മരുന്ന്. ഞാൻ 4 പഠിക്കുന്ന 5-ലും. അതാ പറഞ്ഞു, ഞാൻ 5 പഠിക്കുന്നു. അതല്ല, നീ അത് പഠിച്ചിട്ടില്ല. കാരണം നിന്നെ കൊണ്ട് ഇടക്കിടക്ക് ഞാൻ നമ്മുടെ അപ്പൂപ്പന്റെ ഇടയിൽ മിഠായി മേടിക്കാൻ പോണ ഓർമ്മയുണ്ടോ? ലോഡ് ഇരുത്തിക്കൊണ്ട്. എടേ, അതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആദ്യമല്ലേ, വാങ്ങി അപ്പ തന്നെ. പോടെ എവിടുന്ന്? അത് കഴിഞ്ഞിട്ട് മേടിച്ച സൈക്കിളാണ്. നീ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത്? പോടെ എവിടുന്ന്? ചേച്ചി പറഞ്ഞേ, ഞാൻ ആദ്യം വാങ്ങിയ സൈക്കിളില് നീല സൈക്കിളല്ലേ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത്? ചേച്ചിക്ക് ഓർമ്മയില്ലേ? പിന്നെ നീ സൈക്കിൾ ചവിട്ടുന്നത് ആലോചിച്ചോണ്ടിരിക്കുവല്ലോ ഞാൻ. എനിക്കൊരു സൈക്കിൾ വേണം. കുറച്ചു നാൾ മുന്നേ ഒരെണ്ണം മേടിച്ച് തന്നായിരുന്നല്ലേ? അത് നീ നിന്റെ കൂട്ടുകാരി കൊണ്ട് ചവിട്ടി അടിച്ച് പൊളിച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇടിച്ച് ആ പട്ടിക്കൊണ്ട് സൈഡിൽ കിടക്കുന്നുണ്ട്. അതാദ്യം നന്നാക്കി ഓടിക്കി. പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം, അമ്മൂമ്മ മൗനവ്രതത്തിലാണ് അമ്പലത്തിൽ പോയി. ചേച്ചി എന്തിപ്പ പറഞ്ഞു? അമ്മൂമ്മ മൗനവ്രതത്തിലാണ് അമ്പലത്തിൽ പോയേക്കോ. ആഹാ, അമ്മ പിന്നെ തുടങ്ങിയ പോയ പരിപാടി. ഇടക്കിടക്ക് എടുക്കുവാണല്ലോ. എത്ര എടുക്കും ഒരു മനുഷ്യൻ മൗനവ്രതേ? അപ്പൊ വർഷത്തില് ഒരിക്കലൊക്കെ അമ്മൂമ്മ എടുക്കാറുണ്ട്. എടുക്കണ മുക്കാലും പുളിയാറില്ലേ? ഉണ്ട്. പിന്നെ എടുക്കാറുണ്ടെന്ന് പറയാൻ, എടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയണം. അങ്ങനെയും പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ അമ്മൂമ്മയുടെ മൗനവ്രതം കാരണം കോൾ അടിച്ചേക്കുന്നത് കനകാന്റിക്ക. പുറകെ നടന്ന് പണി ചെയ്യാൻ പറയൂല, ചീത്ത പറയൂല. സുഖല്ലേ? തോന്നുന്ന ജോലി തോന്നുമ്പോ ചെയ്യാം. അത് തന്നെ. ഇന്ന് അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുമെന്നുള്ളത് പേടി വേണ്ട. வழக்கெல்லாம் கிடைக்காது. ஆனா இப்படி வந்து சின்னதா அடிப்பாங்க. எப்ப அடிப்பாங்கன்னு தெரியாது. പക്ഷെ അമ്മൂമ്മ ആയതും കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല. മൗനവ്രതത്തിലാണെങ്കിലും ആന്റിയുടെ കാര്യം അമ്മൂമ്മ കൈകാര്യം ചെയ്യും. പാറുവേ, അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്, അമ്മൂമ്മ ഈ മൗനവ്രതം എടുത്തിരിക്കുമ്പോഴേ ശല്യപ്പെടുത്താൻ പോയ അമ്മൂമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാ വെച്ച് വിളക്കും കേട്ടാ. ചെന്ന് കയറി കൊടുക്കല്ലേ. എന്നാ പിന്നെ ഞാൻ അമ്മൂമ്മയുടെ കണ്ണോടത്ത് പോലും പോകുന്നില്ല. പോരെ? ഗുഡ് ഗേൾ. ബൈ ദ വൈ, എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഇത്തവണ ഈ മൗനവ്രതം എടുക്കാനായിട്ട്? നീ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. തമാശ അല്ല, സത്യം. കോമഡി അല്ല, സിംഗിളും കിട്ടാ ഞാൻ. ചായ தரேனேடா. அது அவளுக்கு வச்சது. பரவாயில்ல பாரு, அடுத்த தேங்காய் உடைச்சிட்டு உனக்கு தரேன். തേങ്ങ കൊള്ളൂല.
ഇപ്പൊ എടുത്തതേ ഉള്ളു അമ്മൂമ്മ. എടുത്തിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. കുറച്ചേരം കണ്ടിട്ട് ഞാൻ വെക്കാം. പ്ലീസ്. കനകാന്റിയേ, കനകാന്റി. என்னம்மா இப்படி முறைச்சு பாக்குறீங்க? അങ്ങോട്ട് ചെല്ലാനായി. ഹൈഫൈ. അയ്യോ അതിന്റെ അടുത്ത് ചെല്ലാനല്ലോ, നീങ്ങി നിക്ക്. അതായിരിക്കും, അതാണോ? അതൊന്നും അല്ല, ഇവിടെ നിൽക്കാതെ നേരെ മധുരയ്ക്ക് പോവാൻ. അമ്മ മധുരയ്ക്ക് പോകാനല്ലേ പറഞ്ഞേ? ആ മധുരയ്ക്ക് പോയില്ലെങ്കിൽ നല്ല അടി കിട്ടുമെന്ന് ആന്റി പറഞ്ഞു. നേരത്തെ കയ്യിലടിക്കുമെന്ന്. നല്ല അടി കിട്ടും അത്രേ. ഞാനും പോണു. ഞാൻ എവിടെ പോണു? നീ ചെന്നൈ പോയായിരിക്കും. എടി ആ പോയാടി അതൊന്നും അല്ല ഇല്ലേ. ആ ഓക്കെ, അമ്മ ഫസ്റ്റ് കൂളാവ്, എന്നിട്ടുള്ള കാര്യം പറ. ശാന്തമാവും. അമേസിങ്. சமாதானம். ആ ഇനി പറ. அம்மா உங்களுக்கு நான் பால் எடுத்துட்டு வரட்டா? പാലിനായിരുന്നാ? എന്നാ ഇങ്ങനെ കാണിച്ചാ പോരായിരുന്നോ? എന്തിനാണ് ഇത്ര ആക്ഷൻ കാണിച്ചേ? എന്റെ അമ്മൂമ്മ ഇതൊക്കെ സിമ്പിൾസ് അല്ലേ. ഇനി പാല് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാ മതി കേട്ടോ. ഇതൊന്നും അറിയാണ്ടാണോ മൗനവ്രതം എടുത്തത്? സൂപ്പർ. அம்மா இன்னைக்கு விரதம் ஆனதுனால நீங்க பாலும் பழமும் மட்டும் தானே சாப்பிடுவீங்க. അമ്മൂമ്മ മാത്രമല്ല നമ്മളെല്ലാവരും തന്നെ കഴിക്കണമെന്നോ? നടക്കൂല. അല്ല, അമ്മൂമ്മ മാത്രല്ലേ മൗനവ്രതത്തിൽ. അപ്പൊ അമ്മൂമ്മ മാത്രം വ്രതം നോക്കിയാ പോരെ? പാലും പഴം മാത്രം എന്നൊക്കെ പറഞ്ഞ വിശപ്പടങ്ങൂല അമ്മമ്മ. ആമേ, കുതിര, மொயிலு, മീൻ മുട്ട കൊത്തണം. കനകാട്ടം, കോഴി. ആ കോഴി. അപ്പം മീനും മുട്ടയും കോഴിയും കഴിക്കരുത് എന്ന് വെച്ചാ വെജ് ഒള്ളി. ആ സൂപ്പർ. അമ്മൂമ്മ അത് എവിടുത്തെ ന്യായം? അത് അമ്മൂമ്മ വ്രതം എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും വെജാ? ആ നടക്കൂല. മൗനവ്രതത്തിലായി പോയി. ഇല്ലെങ്കി എന്റെ വായിലിരിക്കണ മൊത്തം കേട്ടേനെ. ഇതുവരെ ടപ്പ് ചെയ്ത് കറത്തില്ല അമ്മൂമ്മ. മാറിക്കടാ കനകം. എന്തോ നോക്കിക്കുവാ? അടുക്കളയില് ഒരക്ഷരം പഠിക്കാതെ ഇങ്ങനെ കറങ്ങി നടന്നോ? അതാ അമ്മൂമ്മ പറഞ്ഞില്ലല്ലോ. അല്ല, അത് ഞാൻ കൈ നിട്ടതാ. ഓ ആ ആ പൈസ എങ്ങനെ അടിച്ചോണ്ട് പോകുന്നെന്ന് പറഞ്ഞത്. ആലം ചേച്ചി ബ്രില്യന്റ്. കറക്റ്റ് ആയിട്ട് ഡബ്ബ ഇതൊക്കെ പിടിച്ചോളന്നല്ലോ. വെറും കഴിവ്. ആ നോക്കിക്കോ, പ്രായമാകുമ്പോഴേ ആ കയറി പോയില്ലേ അത്തേ സ്വഭാവമായിരിക്കും. നീ ഇവിടെ ഇരിക്കണോ? ഒന്നും പറയണ്ടേ. അമ്മൂമ്മ കയറി എന്റെ റൂമിൽ കയറി വാതിലടച്ചത് കാരണം എനിക്ക് അതിനകത്ത് കയറാൻ പറ്റണില്ല. എനിക്കാണെങ്കിൽ ഒരു സാധനം എടുക്കണമായിരുന്നു. എടാ ഒരു കണക്കിന് പറഞ്ഞ അമ്മൂമ്മ മുറിക്കകത്ത് അടച്ചിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എങ്ങാനും പുറത്തിറങ്ങി നമ്മളോട് എന്തെങ്കിലും കാര്യം കുറെ ആക്ഷനൊക്കെ കാണിച്ച് പറഞ്ഞു തരുന്ന നേരത്ത് കഷ്ടകാലത്തിന് അമ്മൂമ്മയുടെ വായിന്നൊരു വാക്ക് വീണോണ്ടല്ല തീർന്ന്. അപ്പൊ പറയും നമ്മള് വ്രതം മുടക്കി നമ്മൾ അലമ്പ് പിള്ളേരാന്നൊക്കെ. യേശുവേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാനപ്പോ തന്നെ ചെന്നൈക്ക് പോകും കേട്ടാ. പിന്നെ നിങ്ങൾ ചീത്ത കേക്കോ തല്ലുവാകോ എന്താ കാണിച്ചോ?
ആവശ്യമില്ലാത്ത പറയാൻ ഉണ്ടായിരടി. ഉള്ളതാണ് ഞാൻ പറഞ്ഞത്, നിന്ന് നോയിക്കോഴി. അമ്മുമ്മേ അമ്മുമ്മേ എന്തോന്ന് കേട്ടോ അത്? എന്തോന്ന് പറ്റിയത്? എനിക്കൊരു സാധനം എടുക്കണമായിരുന്നു. ഞാൻ ഡോറിലൊന്ന് തട്ടിയതാ, തിരിച്ചിങ്ങോട്ട് തട്ടി. അപ്പൊ ഞാൻ പേടിച്ചു പോയി. യേശു, ഈ മൗനവ്രതം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അത് ഭയങ്കര ശാന്തിയോടും സമാധാനത്തോടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിപ്പോ എത്ര വലിയ ആൾക്കൂട്ടങ്ങൾ നടക്കിരുന്നാലും നമ്മുടെ കയ്യിൽ വേണം നമ്മുടെ മെന്റൽ പീസ് ഇരിക്കാനായിട്ട്. അമ്മും അതിനും പോയിട്ട് കുറെ ആക്ഷൻ കാണിക്കുന്നു, ബാക്കിയുള്ളവനെ വരട്ടുന്നു, എന്തൊക്കെയാ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടണേ. ശുദ്ധ പ്രഹസനം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മൂമ്മ എപ്പോ വന്നു? ഒത്തിരി നേരമായോ നിൽക്കുന്നു? അമ്മൂമ്മ ഇരിക്കമ്മൂമ്മ, ഇരിക്കമ്മൂമ്മ. അല്ല അമ്മൂമ്മ, ഞാൻ പറയായിരുന്നേ, ഇങ്ങനെ ബാക്കിയുള്ള പലവരും പ്രഹസനമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ മൗനവ്രതമൊക്കെ എടുക്കും. അമ്മൂമ്മ അങ്ങനെയൊന്നും അല്ല. അമ്മൂമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലേ. അമ്മൂമ്മ എടുക്കണ പോലെ വേണം മൗനവ്രതം എടുക്കാനായിട്ട്. അത് ഞാൻ കേശുവിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അല്ലേ കേശു? അല്ല കേട്ടാ, അങ്ങനെയാണ്. ഇതിപ്പോ അമ്മൂമ്മ റൂമിൽ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി പുറത്തു വരുന്ന നമ്മള് കാര്യം പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുവായിരിക്കും അല്ലേ അമ്മൂമ്മ? അത് മാത്രല്ല കേട്ടാ, അമ്മുമ്മക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം സംസാരിക്കാനാ. ഇതിപ്പോ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കേട്ടിരിക്കാലോ. അതന്നെയല്ലേ അവനും പറഞ്ഞേ. പോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അമ്മുമ്മ, ഈ മൗനവ്രതത്തിൽ ഇരിക്കുമ്പോഴേ അനാവശ്യ ചിന്തകളൊന്നും തലയിലേക്ക് വരാൻ പാടില്ല. എന്തെങ്കിലും നാമം ജപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞാ അതിപ്പോ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണോ? എന്തായാലും നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. പക്ഷെ അമ്മൂമ്മേനെ കൊണ്ട് പറ്റും. അതെ അതെ, നടക്കും. എന്റെ പൊന്നില്ലേ ചേച്ചിക്ക് അമ്മൂമ്മയുടെ സ്വഭാവം അറിഞ്ഞൂടെ? അമ്മൂമ്മ എങ്ങനെ ഇരുന്ന് പായൂരപ്പന്റെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പായൂര് നേരെ പടവലം കണക്ട് ആവും, പടവലത്തു നേരെ പടവലത്തെ പറമ്പ് കണക്ട് ആവും. പിന്നെ പറമ്പിന്റെ കാര്യം കുറച്ചേരം ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ പറമ്പിൽ നിൽക്കണ തേങ്ങയെ കുറിച്ച് ആലോചിക്കും. അത് കഴിഞ്ഞ് തേങ്ങ ഇടാൻ പറ്റുന്ന സുധാകരനെ കുറിച്ച് ആലോചിക്കും. പിന്നെ സുധാകരന്റെ ഭാര്യയെ കുറിച്ച് ആലോചിക്കും. പിന്നെ സുധാകരന്റെ ഭാര്യയെ അമ്മൂമ്മയും കൂടെ പൊങ്കാലിടാൻ പോയ കാര്യം ആലോചിക്കും. അതെവിടാ? പായൂര് ശിവക്ഷേത്രത്തിലാണല്ലോ. അപ്പൊ പിന്നെയും കറങ്ങി തിരിഞ്ഞ് പായൂര് വരും, പായൂര് ശിവക്ഷേത്രത്തിൽ വരും, നാമത്തിലോട്ട് തിരിച്ചു വരും. കറക്റ്റ് അല്ലേ? അത് കേശു പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടാ. അമ്മമ്മക്ക് ഏകാഗ്രത വളരെ കുറവാണ്. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് അമ്മമ്മയെ കൊണ്ട് പറ്റൂല. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടൊന്നും മൗനവ്രതം എടുക്കാനും പറ്റൂല. ആര് പറഞ്ഞ അമ്മൂമ്മയ്ക്ക് ഏകാഗ്രതയില്ലെന്ന്? അമ്മൂമ്മയ്ക്ക് നല്ല ഏകാഗ്രതയുണ്ട്. ഉദാഹരണത്തിന് പാഴൂരിലെ സർല ചേച്ചി ഉണ്ടല്ലോ. സർല ചേച്ചിയുടെ കാര്യം ആലോചിച്ച് തുടങ്ങിയ പിന്നെ സർല ചേച്ചിയുടെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. സർല ചേച്ചിയാണല്ലോ അമ്മൂമ്മയുടെ പാഴൂരിലെ ബെസ്റ്റ് ഫ്രണ്ടും എനിമിയും. അതുകൊണ്ട് സർല ചേച്ചിയുടെ കുറ്റമൊക്കെ ആലോചിച്ച് തുടങ്ങിയ പിന്നെ അതിലായിരിക്കും ഫുൾ കോൺസെൻട്രേഷൻ. അങ്ങനെ പറഞ്ഞ എനിക്കും പറയാനുണ്ട്. ഉള്ളത് പറയാലോ, സർല ചേച്ചി ഒരു പാവമാണ്. അമ്മൂമ്മ അത് ഇതൊക്കെ സർല ചേച്ചി പറയുമെങ്കിലും എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അത് മാത്രോ, നമ്മൾ എങ്ങാനും പാഴൂര് ആന്റിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടൊന്ന് പോയാൽ മതി, വിളിച്ചു കയറ്റി കുറെ ഫുഡ് കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. പിന്നെ ഈ കൊടുക്കൽ വാങ്ങൽ കാര്യത്തിന് സർല ചേച്ചി ബെസ്റ്റാ. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മൂമ്മ ഒട്ടും മോശമൊന്നും അല്ല. ആർക്കാണെങ്കിലും എന്താണെങ്കിലും അമ്മൂമ്മ കൊടുക്കും. പക്ഷെ ഈ കൊടുത്ത കാര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുകയും ചെയ്യും. അല്ല, ഇപ്പൊ തന്നെ പാടവലത്ത് തേങ്ങ ഇട്ട് കഴിഞ്ഞാ എന്തായാലും ഒരു 10-20 തേങ്ങ അമ്മമ്മ കൊണ്ട് സാറിൽ എനിക്ക് കൊടുക്കും ഇല്ലേ? കൊടുത്തു കഴിഞ്ഞാ പിന്നെ അടുത്ത തേങ്ങയിടൽ വരെ ഈ 20 തേങ്ങയുടെ കണക്ക് പറഞ്ഞു നടക്കുകയും ചെയ്യും. അതേ ഉള്ളൊരു പ്രശ്നം അല്ലേ അമ്മമ്മ? ഇതെന്തോന്ന് ഓടുന്നുള്ളല്ലേ? പറഞ്ഞു കൊടുക്കാനാ? പറ. നിങ്ങൾക്ക് എല്ലാവർക്കും സരള സൂപ്പർ, ഞാൻ പൊട്ട. ഞാൻ മിണ്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോന്നാ അല്ലേ? മൗനവ്രതം ഒന്ന് കഴിഞ്ഞോട്ടെ. മൗനവ്രതം ഒന്ന് കഴിഞ്ഞോട്ടെ.
എല്ലാത്തിനെയും കാണിച്ചു തരാന്ന്. ആ അല്ല നമ്മളീ എല്ലാ കാര്യം ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഡബ് ചെയ്തോണം കേട്ടോ. അത് പിന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ പച്ചക്കറി വിഭവങ്ങൾ? மோரு கறி, ஊறுகாய், பப்படம், தோரன், மெழுக்கு வரட்டி எல்லாமே ரெடி. உனக்கு பிடிச்ச மாதிரி பொட்டேட்டோ வேணா நம்ம எண்ணெயில இட்டு ஃப்ரை பண்ணலாம். ഓ വേണ്ട ആന്റി, ഇത്രയും കറി ഉണ്ടല്ലോ, അത് മതി. ம்? സത്യം പറഞ്ഞ ആന്റി, ആന്റിന് ഇപ്പോഴാണ് ഒന്ന് മനസ്സമാധാനത്തോടെ ആന്റിയുടെ ഇഷ്ടത്തോടെ ജോലി ചെയ്യുന്നത് കാണുന്നത്. அது சத்தியம் லட்சு. அம்மா வந்து படவலத்துல இடையில போவாங்கல்ல, அப்போ இதே மாதிரி எனக்கு ரொம்ப மன நிம்மதி. என்னன்னா நமக்கு பிடிச்ச மாதிரி என்னோட விருப்பத்துக்கு எல்லா வேலையும் செய்யலாம்ல. അതെന്താണെന്നറിയോ, അമ്മൂമ്മ പടലത്തെ വീട്ടിൽ ഇത്രയും നാൾ ഒറ്റയ്ക്കല്ലേ പണിയൊക്കെ എടുത്തോണ്ടിരുന്നേ. അങ്ങനെ ചെയ്ത് അത് ശീലമായി. ആ ശീലമാണ് ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നത്. வேற பிரச்சனை எல்லாம் இல்ல. என்னன்னா இப்ப நம்ம கோவத்துல ஏதாவது ஒரு வார்த்தை சொன்னேன்னு வச்சுக்கோ, அது அப்படியே அவங்க மனசுல போட்டு வைப்பாங்க. அதுதான் பிரச்சனையே. அம்மா, உங்களுக்கு ஏதாவது வேணுமா? நான் வந்து அது கேட்கணும் சொல்லிட்டு அது நினைச்சிட்டு அப்படியே அங்க வரணும்னு நினைச்சிட்டு இருந்தேன். നിങ്ങൾ രണ്ടുപേരും ഞാൻ നടന്നു വന്നപ്പോ എന്നെ പറ്റി എന്താ പറഞ്ഞേ? പണിപാളി. ഇതെന്തോന്ന് കഥകളുടെ മുദ്ര? കരയാന്റി, അമ്മൂമ്മ എന്താ പറയുന്നറിയോ? ഈ മൗനവ്രതം എന്ന് പറയുന്നത് വിശ്വാസം മാത്രമല്ല, അത് സത്യമുള്ളൊരു കാര്യമാണെന്ന്, അല്ലേ? അത് മാത്രല്ലേ ചേച്ചി, മൗനവ്രതം എടുത്താൽ വേറെ പല ഗുണങ്ങളുണ്ട്. ഇത്ര നമുക്ക് നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെ പലതും. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല, പ്രത്യേകിച്ച് അമ്മൂമ്മയെ കൊണ്ട്. നമ്മൾ രണ്ടുപേരും മൗനവ്രതം എടുക്കണമെന്ന് അല്ലേ? ആണെന്നാ എടുക്ക. அதில்ல, நம்ம ரெண்டு பேரும் என்ன சமைக்கிறோம்னு கேக்குறாங்க. ஓ அப்படி இல்லம்மா, நாம ரெண்டு பேரும் மௌன விரதம் எடுக்கணும், அதுதானே நீங்க சொல்லிட்டு வரீங்க. അമ്മൂമ്മ നല്ല ദേഷ്യത്തിലാ പോയെ. നീ വടിയും കൊണ്ട് വരുമെന്ന് ആർക്കറിയാം? അതൊന്നും അല്ല. അമ്മൂമ്മ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാനും കനകാന്റി എന്താണ് സംസാരിച്ചോണ്ടിരുന്നതെന്ന് അമ്മൂമ്മയ്ക്ക് അറിയണം. അതാണ് ഈ ചോദിച്ചോണ്ടിരുന്നത്. ஐயோ லட்சு, நான் சொன்னது முழுசா அவங்க கேட்டுட்டாங்களா? മുഴുസാ കേട്ടോ പകുതി കേട്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മൂമ്മയെ പറ്റി വല്ല കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു? കുറ്റമായിട്ടല്ല പറഞ്ഞത്, പക്ഷെ കേട്ടോണ്ട് വന്ന ആർക്കും അത് കുറ്റമായിട്ടേ ഫീൽ ചെയ്യൂ. കൺഗ്രാജുലേഷൻസ്, തേഞ്ഞു. ഒരാഴ്ച അമ്മൂമ്മ മൗനവ്രതം എടുത്തായിരുന്നെങ്കിലേ നല്ലായിരുന്നേനെ. എന്റെ പൊന്നു മക്കളെ ഒന്ന് അടങ്ങിയിടി. ഒരാഴ്ച എങ്ങാനും മൗനവ്രതം എടുത്താണ്ടല്ല, ആ ഒരാഴ്ച പറയാൻ പറ്റാത്ത മുഴുവൻ കാര്യം എഴുതി വെച്ചിട്ട് അടുത്തൊരു കൊല്ലത്തേക്ക് രാവ് പകലില്ലാണ്ട് അമ്മൂമ്മ തന്നെ പറഞ്ഞോണ്ടിരിക്കും. കേക്കണോ? വേണ്ട. அப்படின்னா நம்ம ஒண்ணு செய்யலாமா? இந்த மௌன விரதம் எடுக்கிறது உடம்புக்கு நல்லதுன்னு அம்மாவை சொல்லி வைக்கலாம். എന്നിട്ട് ഒരു വർഷം അമ്മാവ മൗന വ്രതം എടുക്ക വെക്കണം. என்ன சொல்றீங்க? ഒരു വർഷം മൗനവ്രതം നടന്നല്ലേ? നമ്മളിത് പറയുമ്പോ തന്നെ അമ്മൂമ്മയ്ക്ക് മനസ്സിലാവും നമ്മൾ പണി കൊടുക്കുന്നതാണെന്ന്. ഇതിപ്പോ വൈകുന്നേരം 6 മണി വരെ കാണത്തുള്ളായിരിക്കും അല്ലേ മൗനവ്രതമൊക്കെ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും അമ്മൂമ്മ മിണ്ടായിരിക്കുന്നോണ്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ ഒരു സമാധാനം ഉണ്ട്, അല്ലേ ചേച്ചി? ഇതെന്തോന്ന് പടയാളത്തെ വസ്തു ഞങ്ങളുടെ പേരിൽ എഴുതി തന്നതിന്റെ പ്രമാണമാണോ? ഞാൻ നിനക്കൊക്കെ ഉണ്ടാ എഴുതി തരും. ബെസ്റ്റ്. നമുക്കൊക്കെ ഉണ്ട് എഴുതി തരും. മാനത്തേക്ക് നോക്കിയിരുന്നോളാൻ. മാനത്തേക്ക് നോക്കിയിരിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞിട്ടതാ. വായിച്ചു കൊടുക്കും. കനകം ലച്ചു രണ്ടുപേരും കൂടി എന്നെ എന്തോ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. ലച്ചുവിന്റെ കാര്യത്തിൽ വ്രതം കഴിഞ്ഞാൽ ഒരു തീരുമാനമാക്കി തരാം. സന്തോഷം.
കനകം പേടിക്കണ്ട. ഓ സമാധാനം. നാളെ രാവിലത്തെ ആദ്യത്തെ ട്രെയിനിൽ മധുരയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. അയ്യോ ഞാൻ പോക മാട്ടേ. മധുര മീനാക്ഷി കാപ്പാത്ത്. അതായത് ഉമേശേട്ടാ, തേങ്ങ ഞാൻ നാളെ അവിടെ എത്തുന്നു. ഞാൻ നാളെ അവിടെ എത്തിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അത് കൊണ്ടുപോയി വിൽക്കുന്നു. ഓക്കെ, അത് ഇടാനുള്ള ആളെ വേണമെങ്കിൽ നാളെ വിളി. കൊലയുടെ കാര്യം അങ്ങനെ തന്നെ. കുഴിയ ഏത് കുഴി? തെക്കേപ്പുറത്താ? എന്താ കുഴി? കുഴി ടബ് മാന്താൻ. കുഴി മാന്താൻ. കുഴി മാന്തി പറക്കെടുക്കാൻ അമ്മൂമ്മ വരുമെന്ന് അല്ല. വേണ്ട. അതായത് കുഴി ഉമേശേട്ട മാന്തന്ന അമ്മൂമ്മ അമ്മൂമ്മ മോളോട്ട് എടുക്കാനല്ലെന്നാ. എന്റെ ഉമേശേട്ട എനിക്ക് അറിഞ്ഞു ഇവിടെ കിടന്ന് എന്തൊക്കെയൊക്കെ കാണിക്കണ്. സംസാരിക്കത്തില്ല. അയ്യോ, അസുഖമല്ല, അമ്മൂമ്മയുടെ സ്ഥിരം പരിപാടി മൗനവ്രതം. ഉമേശേട്ടൻ പറഞ്ഞെന്തറിയോ? അമ്മൂമ്മ മൗനവ്രതം എടുത്തുകൊണ്ട് നാട്ടുകാർക്ക് സ്വസ്ഥത കാണുമെന്ന്. അല്ലാതെ ഉമേശൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു മൗനവ്രതം പൊളിഞ്ഞെന്ന്. മത്തങ്ങ, കുമ്പളങ്ങ, തേങ്ങ അമ്മൂമ്മ പറയണം. തേങ്ങ തേങ്ങ അമ്മൂമ്മ കേറി പോയിട്ട് തേങ്ങ അമ്മൂമ്മ പോയിട്ട് കൊടുത്താ മതി. തേങ്ങ അമ്മൂമ്മ പോയിട്ട് കൊടുത്താ മതി എന്ന് ഞാൻ ഉമേശിന്റെ അടുത്ത് പറയണം അല്ലേ? ഒരു തേങ്ങയുടെ കാര്യം പറയാനാണോ അമ്മൂമ്മ ഇത്ര ആക്ഷൻ കാണിച്ചത്? അമ്മൂമ്മ ഇരി, സമാധാനം. കേശേ, നീ നാളെ കടലത്ത് പോകുന്നുണ്ടാ? സന്നഡേ പോകുന്നുണ്ട്. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ പ്ലീസ്ഡാ. എത്ര നാളെ പറയാം അമ്മൂമ്മ അവിടെ പുഴയുടെ കരയിലും പറമ്പിലൊക്കെ വെറുതെ തെക്കും വടക്ക് നടന്നിട്ട്. ഇതൊരു ഫീലല്ലേ അവിടെ? എങ്ങായിരിക്കും, മഴ പെയ്ത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. വിശപ്പാമ്പാ കൊത്തി തരും. ஐயோ நம்ம படவலம் வீடா இப்படி ஆயிருக்கு. கஷ்டம்ல. കേശുവേ, ഞാൻ പറയുവാണെങ്കിലേ പടവലത്തെ നമ്മുടെ വീടിരിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഒഴിച്ച് ബാക്കി പറമ്പും പാടവും കൃഷിസ്ഥലവും എല്ലാം അങ്ങോട്ട് വിൽക്കണം. അല്ല, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല. ആ സ്ഥലമൊക്കെ വിറ്റ് ബാങ്കിലിടുവാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കിട്ടൂലേ, സുഖമായിട്ട് ജീവിച്ചൂടെ? ഇപ്പൊ തന്നെ ആ വീടിന്റെ അവസ്ഥ നോക്കിക്കേ. ആരും അങ്ങോട്ട് കയറി ചെല്ലുന്നില്ല, നേരെ ചൊവ്വേ നോക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആ പുറകിലത്തെ വശമൊക്കെ പകുതി മുക്കാൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ചേച്ചി? ഒന്നൊരിക്കലും നമ്മുടെ തറവാടല്ലേ, അങ്ങനെ വിറ്റുകളയാനൊക്കെ പറ്റുമോ? ചേച്ചി പറഞ്ഞതിലാ സത്യം. എങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന എങ്ങനാ? ചേച്ചി പറഞ്ഞാലേ വിൽക്കുന്നതാ നല്ലത്. അത് തന്നെ, മാസാമാസം നല്ല ചിക്കിളി കിട്ടി കഴിഞ്ഞാൽ നിനക്ക് എന്ത് പുളിക്കോ? അല്ല, എനിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണല്ലോ. പിന്നെ നിനക്ക് കൃഷി ചെയ്യാൻ തരുന്നേക്കാട്ടിലും ഭേദം ചേച്ചി പറഞ്ഞ പോലെ തന്നെ വിറ്റ് കളയുന്നതായിരിക്കും. അതാവുമ്പോഴത്തേക്കും മാസം ബാങ്കിൽ നിന്ന് വലിയ ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ട് 1 അല്ല 10 കുടുംബത്തെ നല്ല സുഖമായിട്ട് ജീവിക്കാം അല്ലേ? കൃഷി ചെയ്യാൻ നടക്കണമേ. ഇങ്ങനൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് എന്താ പറയാഞ്ഞേ? அப்படி உங்ககிட்ட சொன்னா என்ன நடக்கும்? சொன்னா ഞാൻ എന്നെ നമ്മുടെ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് ഈ സമയം സ്ഥലം വിറ്റ് കാശ് അക്കൗണ്ടിൽ കിടന്നേ. അമ്മൂമ്മ മൗനവ്രതത്തിലായത് കൊണ്ടാ ഞാനിപ്പോ ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ അമ്മൂമ്മ ഇടയ്ക്ക് കയറി ഉടക്കുണ്ടാക്കൂലേ. அப்படின்னா நான் ஒண்ணு சொல்லட்டா? எனக்கு தரேன்னு சொன்ன 10 சென்ட் இருக்குல்ல, அதோட காசா இப்பவே கொடுத்துடுங்க. நான் பேங்க்ல போட்டு அதோட இன்ட்ரெஸ்ட் நான் எடுத்துக்கிறேன். എന്റെ പൈസ ബാങ്കിൽ ഇട്ടേക്കണം. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടേ അടിച്ചു പൊളിക്കാനുള്ള പൈസയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു തരി ഭൂമി ഞാൻ ജീവിച്ചിരിക്കുമ്പോ വിൽക്കാൻ സമ്മതിക്കത്തില്ല. മൗനവ്രതം പൊളിഞ്ഞേ. ഓഹോ, അപ്പൊ
മൗനവ്രതം പൊളിക്കാനുള്ള അടവായിരുന്നില്ലയോ? ഞാൻ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോവും, എന്നിട്ട് നേർച്ചയിടും. ആദ്യം ലച്ചു മൗനവ്രതം എടുക്കണം, അത് കഴിഞ്ഞ് കേശു, അത് കഴിഞ്ഞ് ശിവ, അത് കഴിഞ്ഞ് പാറു. വാ സമാധാനം, ഞാൻ തപ്പിച്ച. സമാധാനം? നീ ഒരാഴ്ച മൗനവ്രതം എടുക്കാൻ വേണ്ടിട്ട് ഞാൻ നേർച്ച. അമ്മ ഒരു കമ്മയില്ല.